ഹലോ എവ്രി വൺ. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് PSUസിന്റെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനീസിന്റെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ പലരുടെയും ധാരണ എന്താണെന്ന് വെച്ചാൽ എല്ലാ PSUസിന്റെ വിത്ത് ഗേറ്റ് സ്കോർ ആണ് റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള പല തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ഇടയിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു വീഡിയോയില് വിത്തൗട്ട് ഗേറ്റ് സ്കോർ, അതായത് സെപ്പറേറ്റ് എക്സാം വെച്ചിട്ട്, അതായത് ഓൺലൈനായിട്ട് എക്സാം നടത്തിയിട്ട് ഏതൊക്കെ കമ്പനീസ് ആണ് ഏതൊക്കെ PSUs ആണ് റിക്രൂട്ട് ചെയ്യുന്നതെന്നും അതിന്റെ സെലക്ഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവുക. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും, ചിലത് എന്ത് ചെയ്യാ, ചിലത് അവർ ഇപ്പൊ HPCയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ മുന്നേ ഒക്കെ ഗേറ്റ് വഴി നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്താ, അവരിപ്പം വിത്തൗട്ട് ഗേറ്റ് സ്കോർ സെപ്പറേറ്റ് ആയിട്ട് എക്സാം നടത്തിയിട്ടാണ് അവർ എന്ത് ചെയ്യാ റിക്രൂട്ട് ചെയ്യുന്നത്. കേരളത്തിലുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുമുണ്ട്. അതുപോലെ നിങ്ങളുടെ ഇടയിലുള്ള പല ധാരണ എന്താന്ന് വെച്ചാൽ കേരളത്തിലുള്ളവർക്കൊന്നും കിട്ടില്ല, അല്ല നോർത്ത് ഇന്ത്യൻസ് അടിച്ചുകൊണ്ട് പോകുള്ളൂ എന്നുള്ള ധാരണയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ നന്നായിട്ടൊന്ന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഓക്കെ, കാരണം നിങ്ങളൊന്ന് എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുക്കാതെ എല്ലാം നോർത്ത് ഇന്ത്യൻസ് കൊണ്ടുപോകും അവർക്കേ കിട്ടുള്ളൂ എന്നുള്ള ധാരണ വെച്ച് നടന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. നിങ്ങൾ എന്ത് ചെയ്യാം, എഫേർട്ട് എടുക്കുക. എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായിട്ടും അതിന് ഇഷ്ടം എന്തായാലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ ഏഹ്, അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാം അവിടെ കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ആണ്. ഓക്കെ, അപ്പൊ ഇതില് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ആൻഡ് ഡിസൈൻ ട്രെയിനിങ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. അപ്പൊ ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, അതേപോലെ ഇന്റർവ്യൂ ഉണ്ട്. റിട്ടേൺ ടെസ്റ്റിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അവര് ഫൈനൽ പാനൽ ഉണ്ടാക്കുന്നുണ്ടാവുക. അതില് ആപ്റ്റിറ്റ്യൂഡിന്, സോറി, ജനറൽ അവയർനെസ്സിന് 20 മാർക്ക്, റീസണിങ് ആൻഡ് ഇംഗ്ലീഷിന് 40 മാർക്ക്, അതേപോലെ ഡിസിപ്ലിൻ ഓഫ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കലി മെക്കാനിക്കലി സിവിൽ ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിൽ 100 മാർക്ക്, ടോട്ടൽ എത്ര, 160 മാർക്ക് ഉണ്ടാവുക. ഡ്യൂറേഷൻ വന്നിരിക്കുന്നത് 2.5 മണിക്കൂറാണ് എക്സാം ഡ്യൂറേഷൻ ഉള്ളത്. ഓക്കെ, ഇനി ഇപ്പൊ അടുത്ത HPCL ആണ്. ഓക്കെ, HPCLന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ പോസ്റ്റിന്റെ പേര് എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ട്രെയിനിങ് എന്നുള്ളതാണ്. ഇതിനെന്താ എക്സ്ട്രാ വന്നിരിക്കുന്നത്, എന്താ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇതിൽ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കേരളത്തിൽ നിന്നുള്ള 4-5 പേർക്ക് HPCL കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ, എനിക്ക് തോന്നുന്നു 2023 ജൂൺ മാസവും ആ ഒരു സമയത്ത് മറ്റാന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ അതിലെന്താ കിട്ടിയിട്ടുണ്ട്, 5-6 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂവിന്റെ അടക്കം എന്താ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടല്ലോ. റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞാൽ അവരെന്താ ഗ്രൂപ്പ് ഡിസ്കഷൻ പ്ലസ് ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ആപ്റ്റിറ്റ്യൂഡിന് 85 മാർക്ക് ഉണ്ട്. അതേപോലെ ഡിസിപ്ലിന്, ഏത് ഡിസിപ്ലിൻ ആണോ ഡിസിപ്ലിന് 85 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 85 മാർക്ക് ഉണ്ടാവും. ടോട്ടൽ 170 ഔട്ട് ഓഫ് 170 ആണ്. ടോട്ടൽ ഡ്യൂറേഷൻ വന്നിട്ട് 2.5 മണിക്കൂറാണ് എക്സാം ഡ്യൂറേഷൻ ഉള്ളത്. അത് കഴിഞ്ഞാൽ വീണ്ടും എന്താ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിലേക്കും ഇന്ത്യ എക്സിക്യൂട്ടീവ് ട്രെയിനിങ് എന്നുള്ള പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതും എന്താ റിട്ടേൺ ടെസ്റ്റ് പ്ലസ് GD പ്ലസ് ഇന്റർവ്യൂ ആണ് എക്സാം പാറ്റേൺ ആയിട്ട് വരുന്നത്. ഇതിൽ നിന്ന് GK 20 ക്വസ്റ്റ്യൻസ് 20 മാർക്കുമാണ്. ഇംഗ്ലീഷ് ആൻഡ് റീസണിംഗ് 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. കൺസേൺ ഡിസിപ്ലിൻ എന്താ 120 മാർക്സ്, 120 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടാവും. ടോട്ടൽ 240 ക്വസ്റ്റ്യൻസ്, 240 മാർക്സ്, 2.5 മണിക്കൂറാണ് എക്സാം ഡ്യൂറേഷൻ ഉള്ളത്. അടുത്തെന്ന് വെച്ചാൽ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്, അതിന്റെ മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. ഇതെന്താ റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ ഇല്ല. അപ്പൊ അതില് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ജനറൽ നോളജ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ആൻഡ് റീസണിംഗ് എന്നൊക്കെ ടോട്ടൽ എത്ര, 50 ക്വസ്റ്റ്യൻസ് 50 മാർക്കും. കൺസേൺ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിന് 50 ക്വസ്റ്റ്യൻസും 100 മാർക്കാണ് ഉള്ളത്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസും 150 മാർക്സും. ടോട്ടൽ ഡ്യൂറേഷൻ പറഞ്ഞേക്കുന്നത് 90 മിനിറ്റ്സ് ആണ്. 1.5 hours ആണ് ടോട്ടൽ ഡ്യൂറേഷൻ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിലേക്ക് മാനേജ്മെന്റ് ട്രെയിനിങ്, അതും റിട്ടേൺ ടെസ്റ്റ് പ്ലസ് ഇന്റർവ്യൂ ആണ്. QA 50 ക്വസ്റ്റ്യൻസ് 50 മാർക്കാണ്. ഡിസിപ്ലിൻ ഓഫ് എഞ്ചിനീയറിംഗ് 100 ക്വസ്റ്റ്യൻസ് 100 മാർക്സ്. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് 150 മാർക്സ്. ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 2 hours ആണ് ഡ്യൂറേഷൻ വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ വിളിച്ചതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലേക്ക് വിളിച്ചിട്ടുണ്ട്. മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. അവിടെ റിട്ടേൺ ടെസ്റ്റ് ഇന്റർവ്യൂ ഉണ്ട്. പക്ഷെ അതിലെന്താ അവര് എത്ര ക്വസ്റ്റ്യൻസ് ആണെന്നില്ല കാര്യം അവരെന്താ അവിടെ റിവീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കോളം നമുക്ക് അവിടെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റാഞ്ഞത്. ഓക്കെ, ഇതിന്റെ അവര് റിവീൽ ചെയ്യുന്നതേ ഉള്ളൂ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കേസിൽ. അതുപോലെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് കേസിൽ മാനേജ്മെന്റ് ട്രെയിൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. റിട്ടേൺ ടെസ്റ്റ് ഇന്റർവ്യൂ ആണ്. അതിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ എക്സാം പാറ്റേൺ എന്ത് ചെയ്യാം അവരോട് റിവീൽ ചെയ്തിട്ട് അതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇതിന്റെ കൂടെ ISRO ഉണ്ട്. അതുകൂടാതെ നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഉണ്ട്, നമ്മൾ പറയാണ്ട് വിട്ടു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യാം അവിടെ കേരളത്തിൽ തന്നെ ആൾക്കാർ കയറിയിട്ടുണ്ട്. ഇതിൽ നോർത്ത് ഇന്ത്യൻസ് വരുന്ന കുറവാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ അത്യാവശ്യം മലയാളീസ് തന്നെ കയറിയിട്ടുണ്ട്. ഓക്കെ, അതും 2 ടയറൊക്കെ ആയിട്ട് എക്സാം ഉണ്ടാവും. അതേപോലെ
സോ ഒരു ടയർ ആണ്, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, പിന്നെ ഇന്റർവ്യൂ എന്നുള്ള രീതിയിലാണ്. അത് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ട് വിട്ടുപോയതാണ്. ഓക്കെ. അപ്പോൾ അതിൽ മാനേജ്മെന്റ് ട്രെയിൻ അല്ല എക്സിക്യൂട്ടീവ് ട്രെയിൻ എന്നുള്ള പോസ്റ്റിലേക്ക് തന്നെ ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ആ ഒരു കാര്യം നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ട് വിട്ടുപോയതാണ്. ഓക്കെ. അപ്പൊ അതിൽ കുറെ അത് എല്ലാ വർഷവും വിളിക്കുന്നത് തന്നെയാണ്. അത് ഗേറ്റ് സ്കോർ വഴിയല്ല, എക്സാക്ട് സെപ്പറേറ്റ് എക്സാം വിളിച്ചിട്ടുണ്ടായിരിക്കും. എക്സാം വഴി തന്നെയായിരിക്കും അതിന്റെ അവർ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അതിലും എന്ത് ചെയ്യാം, ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ കൺസ്പോണ്ട് കോർ സബ്ജക്ട് ഉണ്ട്. ഓക്കെ. പിന്നെയാണ് ടോട്ടൽ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. അത് കഴിഞ്ഞാൽ ISROയിലേക്കുള്ള സയന്റിസ്റ്റ് എഞ്ചിനീയർ SC സയന്റിസ്റ്റ് C കാറ്റഗറിയിലേക്കുള്ളത്. അപ്പോൾ സയന്റിസ്റ്റ് C കാറ്റഗറിയിലേക്കല്ല. അപ്പൊ റിട്ടൺ ടെസ്റ്റ് പ്ലസ് ഇന്റർവ്യൂ ആണ് സെലക്ഷൻ പ്രോസസ് വന്നിരിക്കുന്നത്. ISRNSൽ മുന്നേ 80 ക്വസ്റ്റ്യൻസിന്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതേപോലെ എന്ത് ചെയ്യാം, ആപ്റ്റിറ്റ്യൂഡും കൂടി അതിൽ എന്ത് ഇൻക്ലൂഡ് ആക്കി അല്ലെ. ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കി. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് 20 മാർക്സ് ആണ്. 18 ക്വസ്റ്റ്യൻസ് 80 മാർക്സ്. സോറി, 80 × 3 വരും. ഓക്കെ. മുന്നേ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 18 × 3 240 എന്നുള്ള റേഞ്ചിലേക്കാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ. ഒരു ചെറിയ വ്യത്യാസം വരുന്നത്. മുന്നേ വെച്ചാൽ 80 × 3 240 എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ ഇതിൽ 2 മണിക്കൂറാണ് എക്സാം ഡ്യൂറേഷൻ വന്നേക്കുന്നത്. അതേപോലെ ബാർക്ക് ബാവാറ്റ റിസർച്ച് സെന്ററിനേഴ്സിൽ റിട്ടേൺ ടെസ്റ്റ് പ്ലസ് ഇന്റർവ്യൂ ആണ്. അപ്പൊ അതിലെന്ത് ചെയ്യാം, കൺസേൺ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ മാത്രമേ ഉള്ളൂ. 100 ക്വസ്റ്റൻസ് 300 മാർക്സ്. ടോട്ടൽ ഡ്യൂറേഷൻ 2 hours ആണ് വരുന്നത്. ഓക്കെ. സയന്റിസ്റ്റ് ഓർ എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിലേക്ക്. അപ്പൊ ഇതിൽ നമ്മൾ കൊച്ചി ഷിപ്പ്യാർഡിന്റെ കേസിൽ നമ്മൾ എക്സ്ട്രാ നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ആക്കാണ്ട് വിട്ടുപോയതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഗേറ്റ് സ്കോർ അല്ലാതെ എന്ത് ചെയ്യാ വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ടാവും. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ അവസരങ്ങളില്ല. ഗേറ്റ് സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രക്കും ബെനിഫിറ്റ് ആണ്. ഗേറ്റ് എഴുതിയിട്ട് കിട്ടുക എന്ന് പറയുന്നത് അത്രയും ഗേറ്റ് സ്കോർ വഴി കുറെ PSUs വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഗേറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് PSUസിലേക്കും നിങ്ങൾക്ക് എന്ത് അപ്ലൈ വേണ്ടി പറ്റും. അപ്പൊ ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.